ബലഹീനർ, രോഗത്താൽ ഭാരപ്പെടുന്നവർ, സമാധാനമില്ലാതെ ഭാരപ്പെടുന്നവർ, ആരെങ്കിലും എൻ്റെ ഈ വചനം ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പ്രഭാത സമയത്ത് നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 29-ാം അധ്യായമാണ്. ഇതിൽ ആകെ 11 വാക്യങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. ഈ അധ്യായം എഴുതിയ സന്ദർഭം എന്താണെന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. പക്ഷെങ്കിൽ ഈ അധ്യായം ദാവീദ് എഴുതിയാണെന്ന് ഇതിൻ്റെ ഹെഡിങ്ങിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം എന്നാണ് ഇതിൻ്റെ ചുവടെ കൊടുത്തിരിക്കുന്നത്. ഈ സങ്കീർത്തനം ഉടനീളം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒരു 4 ഭാഗങ്ങളായി സങ്കീർത്തനത്തെ കാണാൻ സാധിക്കും. ആദ്യ ഭാഗത്ത് നാം ദൈവത്തെ ആരാധിക്കണം, അവന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കണം എന്നാണ് ആദ്യ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ആദ്യ വാക്യം ഇപ്രകാരം വായിക്കുന്നു: ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ. അപ്രകാരമാണ് ഈ അധ്യായം തുടങ്ങുന്നത് തന്നെ. ആരാണ് ദൈവപുത്രന്മാർ? വീണ്ടെടുക്കപ്പെട്ട നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ എന്നാണ് ഈ അധ്യായം തുടങ്ങിയിരിക്കുന്നത്. 2-ാം ഭാഗത്തിലേക്ക് നമുക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് വിശുദ്ധ അലങ്കാരം ധരിച്ച് യഹോവയെ മഹത്വപ്പെടുത്തണമെന്നാണ് 2-ാമത്തെ വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത്. അപ്രകാരം വായിക്കുന്നു: യഹോവയ്ക്ക് അവൻ്റെ നാമത്തിന് മഹത്വം കൊടുപ്പീൻ, വിശുദ്ധ അലങ്കാരം ധരിച്ച് യഹോവയെ മഹത്വപ്പെടുത്തുകയും. നാം യഹോവയുടെ സന്നിധിയിൽ ചെല്ലുമ്പോൾ വിശുദ്ധ അലങ്കാരത്തോടെ വിശുദ്ധിയോടെ വേണം. ഒരു മണവാളന് വേണ്ടി കാത്തിരിക്കുന്ന മണവാട്ടിയെ പോലെ ആയിരിക്കണം നാം യഹോവയുടെ സന്നിധിയിൽ ചെല്ലുമ്പോൾ ആയിരിക്കണമെന്നാണ് അതിന് 2-ാം ഭാഗത്തിൽ കൊടുത്തിരിക്കുന്നത്. തുടർന്ന് താഴോട്ട് വരുമ്പോൾ 3-ാം ഭാഗത്തിൽ യഹോവയുടെ ശബ്ദത്തിൻ്റെ ശക്തിയെപ്പറ്റി, യഹോവയുടെ ശബ്ദം വരുത്തുന്നതായ പ്രത്യേകതരം പ്രതിഭാസങ്ങളെ പറ്റിയാണ് 3-ാം ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്രകാരമൊക്കെയാണ് കാണുന്നത്: യഹോവയുടെ ശബ്ദം പെരുവെള്ളത്തിന്മീതെ മുഴങ്ങുന്നു, യഹോവയുടെ ശബ്ദം ഇടിയെ മുഴക്കുന്നു, ദേവദാരുക്കളെ തകർക്കുന്നു, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. അതുപോലെ കുറേ കാര്യങ്ങൾ യഹോവയുടെ ശബ്ദം മൂലം ഉണ്ടാകുന്ന പ്രതിഭാസങ്ങളാണ് ഒരു 8-9 വാക്യം വരെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെയും വരുമ്പോൾ 10-11 വാക്യങ്ങളിലൊക്കെ വരുമ്പോഴത്തേന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യഹോവ നമുക്ക് നൽകുന്ന പ്രത്യേകമായ 2 നന്മകളെ പറ്റിയാണ്. 11-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും, അവൻ തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. 2 നന്മകൾ നമുക്ക്, ദൈവപൈതലായ നമുക്ക് 2 നന്മകൾ യഹോവയായ ദൈവം തരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ആദ്യത്തേത് ശക്തി നൽകും. അവനെ വിളിച്ചപേക്ഷിക്കുന്ന അവൻ്റെ മക്കൾക്ക് അവൻ ഒന്നാമതായിട്ട് തരാൻ പോകുന്നത് അവൻ്റെ ശക്തിയാണ്. 2-ാമത് നമുക്ക് കാണാൻ പോകുന്നത് നമുക്ക് സമാധാനം അയക്കുമെന്നാണ്. ഈ ലോകത്തിലോട്ട് നമുക്ക് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് സമാധാനമില്ലാതെ അനേക പേർ നടക്കുന്നതായിട്ടാണ്. യഹോവയുടെ വചനം വായിക്കുന്നവർക്ക് അവൻ ശക്തിയെ തരും, അവനോട് പ്രാർത്ഥിക്കുന്നവർക്ക് അവൻ ശക്തിയും സമാധാനത്തെയും തരുമെന്നാണ് അവസാനത്തെ വാക്യത്തിലായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബലഹീനർ, രോഗത്താൽ ഭാരപ്പെടുന്നവർ, സമാധാനമില്ലാതെ ഭാരപ്പെടുന്നവർ, ആരെങ്കിലും എൻ്റെ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാണ് ഈ സുപ്രധാന ദിവസം എന്ന് ഞാൻ പറഞ്ഞുകൊള്ളുകയാണ്. നാം മറ്റൊരുത്തിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. യേശുവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് വരാം, പ്രാർത്ഥിക്കാം, യഹോവയുടെ സന്നിധിയിൽ അവൻ്റെ രക്ഷയ്ക്കായി, അവൻ്റെ സന്തോഷത്തിനായി, അവൻ്റെ സമാധാനത്തിനായി കാത്തിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട്